ഹേ എവറിബഡി, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് നെയിം റിവീലിംഗ് സെറിമണിക്ക് ഉപയോഗിക്കുന്ന ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ്. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യം നമുക്ക് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് എന്നത് വളരെ കട്ടി കുറഞ്ഞൊരു ഷീറ്റാണ്. ഇത് നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വിൽക്കുന്ന കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏകദേശം 280-300 രൂപ വില വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഇരുന്നൊരു പഴയൊരു ഷീറ്റാണിത്. വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വിൽക്കുന്ന കടയിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്ന് ആരും പറയത്തില്ല. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നോ അതാണ് നമ്മുടെ ക്രാഫ്റ്റ്. ലാസ്റ്റ് ഫിനിഷിങ് മാത്രമേ എല്ലാവരും നോക്കത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ലേസർ പ്രിൻ്റ് ചെയ്തൊരു ഷീറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് നമ്മുടെ പിക്സാർട്ടിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ ഒന്ന് ലോക്കലി ഒന്ന് എഡിറ്റ് ചെയ്തതാണ്. എനിക്ക് എഡിറ്റിംഗ് ഒട്ടും അറിയത്തില്ല. ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ഹെയർ ഷേപ്പ് കട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതെ. ഇത് നമുക്ക് വിനൈൽ ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഒട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റിക്കറായിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ലേസർ പ്രിൻ്റ് ചെയ്താണ് എടുത്തത്. ഇതുപോലൊരു പത്ര പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മടക്കിയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ ജസ്റ്റ് ഒരു പേൻ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം പേപ്പർ കട്ടർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലവ് ഷേപ്പ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സൈഡും കവർ ചെയ്യുന്ന രീതി വേണം നമ്മൾ ലവ് ഷേപ്പ് വരയ്ക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും പകുതി കണ്ടൻറ്റും വെളിയിലായിരിക്കും. ഇപ്പോൾ ഏകദേശം വലിപ്പം നമുക്ക് മനസ്സിലായി കാണും. കാരണം ഒരു പത്രപേപ്പറിൻ്റെ അത്രയും നമ്മൾ വലിപ്പം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ നമുക്ക് തുറന്നു കൊടുക്കാം. 2 ഷീറ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതാണ്. ഒരെണ്ണത്തിൽ നമ്മൾ വലിപ്പം കൂട്ടും കുറയ്ക്കും ചെയ്താലും മറ്റേ ഒരെണ്ണം ഉണ്ടല്ലോ, അങ്ങനെ ഓർത്തെടുത്താണ്. നമുക്ക് ഷീറ്റ് എടുക്കാം. ഷീറ്റിലെ മുകളിലേക്ക് നമ്മൾ വെച്ച് നോക്കിയാലും കറക്റ്റാണ്. വേറെ വെളിയിലൊന്നും പോയിട്ടില്ല. ബാക്കി നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. മുറിച്ചെടുത്ത പത്രപേപ്പർ നമുക്ക് ഫോം ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഫോം ഷീറ്റ് നമുക്ക് കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ലേസർ പ്രിൻ്റ് ചെയ്ത് വെച്ച ഷീറ്റ് വെച്ച് നോക്കാം. കറക്റ്റിലാണോ വെച്ചതെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫ്ലെക്സി ക്യൂക്കോ എടുക്കാം. ഫെവിക്കോൾ എടുത്ത് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. നമുക്കിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഒട്ടിക്കിട്ടണം. രാത്രിയിലാണ് പരിപാടി ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇത് കൊടുക്കണമായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ കൊച്ചിൻ്റെ പരിപാടിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിത് ചെയ്തു കൊടുക്കുന്ന ആളല്ല. ഇത് ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്താ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മൾട്ടിവുഡിൻ്റെ ആ ഷീറ്റ് എടുത്തതിന് ശേഷം ഒരു സ്കെയിൽ വീതിയിൽ നമുക്കത് മുറിച്ചെടുക്കണം. ഒരു സ്കെയിലും മിനിമം എടുക്കണം. നമ്മളിപ്പം തെർമോക്കോൾ ബോൾസ് എന്തോരം നിറയ്ക്കണോ അതിനനുസരിച്ച് നമുക്ക് ഇത് വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്കെയിലിനെക്കാട്ടും കുറച്ച് തെർമോക്കോൾ ബോൾസിൻ്റെ അളവ് ലാഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഴാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പലർക്കും തോന്നും ഫോം ഷീറ്റിന് പോലെ മൾട്ടിവുഡ് വെച്ച് ഉപയോഗിക്കാമെന്ന്. ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൾട്ടിവുഡ് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. എത്ര തിക്നെസ് കുറഞ്ഞാലും ഇതുപോലെ ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. ഫോം ഷീറ്റാണെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പം മാക്സിമം ഫോം ഷീറ്റ് കിട്ടുമെങ്കിൽ നല്ല ഫിനിഷിങ് അതിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോം ഷീറ്റ് എവിടെയെങ്കിലൊക്കെ വെച്ച് തീരുവാണെങ്കിൽ വീണ്ടും നമുക്ക് ഒട്ടിച്ച് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് വേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പില്ലോ ഒക്കെ വരുന്ന ഷീറ്റില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ബെഡ് പില്ലോ ഒക്കെ വരുന്ന ആ ടൈപ്പ് ഷീറ്റാണ്. അത് നമുക്ക് ഇത്ര ഒരു അളവേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. നമ്മുടെ ടേബിളിനൊക്കെ വിരിപ്പായിട്ട് വരുന്നുണ്ട്. അതാണെങ്കിലും മേടിച്ചാൽ മതി. തീർത്തങ്ങ് കുറഞ്ഞത് മേടിക്കരുത്. നല്ല കട്ടിയുള്ളത് തന്നെ മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക. ചുളിവുകളൊന്നുമില്ലാത്ത ഭാഗങ്ങൾ നോക്കി ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനെടുത്ത ഷീറ്റിൻ്റെ അകത്ത് ഒരു മടക്കുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതാണ്. അതാണ് ഏറ്റവും സേഫും. നമ്മുടെ ഈ ഗ്ലൂ ഗൺ ഇല്ലായിരുന്നു. ഇനി അതിനുവേണ്ടി മേടിക്കാനും തോന്നിയില്ല. ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാത്തത്. കാരണം നമ്മൾ വീഡിയോ നോക്കിയിരിക്കുവാണെങ്കിൽ അത് എവിടെയെങ്കിലും ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മെനക്കേടാവും. നന്നായിട്ട് വലിച്ച് എല്ലായിടും ഒട്ടിക്കാൻ ശ്രമിക്കുക. കാരണം ചുളിവുകളൊന്നും വീഴാതെ ഒട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇടുക. ഇനി അതിലേക്ക് നമുക്ക് തെർമോക്കോൾ ബോൾസ് ഇടണം. അത് ഇവിടെ നമ്മൾ പാക്കറ്റായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിന് 10 രൂപ വെച്ചാണ് വിലയായിരിക്കുന്നത്. 15 പാക്കറ്റോളം നമ്മൾ മേടിച്ചിട്ടുണ്ട്. വലിയ പാക്കറ്റ് കിട്ടുവാണെങ്കിൽ അതാണ് ലാഭം. നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. അതാണ് ഒരു കോണ് കൂടെ ഉണ്ടാക്കി കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നിറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത അതേ ഭാഗം തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെക്കരുത്. എന്തേലും നമ്മൾ ആ ആവശ്യത്തിൽ തുറക്കാൻ നേരത്ത് അത് പെട്ടെന്ന് വരണമെന്നില്ല. അതുകൊണ്ട് ഇച്ചിരി ലൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പേപ്പർ പിടിച്ചിട്ട് അത് വെക്കാവുള്ളൂ. അതുപോലെ തന്നെ 15 എണ്ണം നിറച്ചിട്ടും നല്ല ഗ്യാപ്പുണ്ട്. ഒരു 8 എണ്ണം കൂടെ നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. 8 എണ്ണം കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം പക്ക ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇരിക്കുന്നത് നല്ലതാണ്. എന്നാലേ തെർമോക്കോൾ ബോൾസ് പെട്ടെന്ന് താഴെ വീഴത്തുള്ളൂ.
അതുപോലെ തന്നെ ആദ്യം ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് കർട്ടനിലാണ് തൂക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം തൂക്കിയിടാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയതാണ്. വള്ളിയിട്ട് തൂക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇവിടെ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റ് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കി പുറകിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പം തൂക്കിയിടാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി പിന്നിലോ അല്ല എന്തെങ്കിലും ഒരു ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. താഴെ പോകുന്ന പേടിക്കുകയും ചെയ്യേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.